അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനിയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലാഹുവിന്റെ മഹത്വമേറിയ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഓരോ ഇസ്മുകൾക്കും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളാണുള്ളത്. അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു നാമമാണ് സലാം എന്ന അല്ലാഹുവിന്റെ മഹത്വമേറിയ നാമം. സലാം എന്ന ഇസ്മിന് മഹാന്മാർ അനവധി മഹത്വങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ മുനാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫൈദുൽ ഖദീറിൽ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മഹത്വം, സലാം എന്ന വാക്കിന്റെ അർത്ഥം രക്ഷ എന്നാണ്. അപ്പോൾ ഈ ഒരു ഇസ്മ ഒരാൾ രോഗിയുടെ അടുത്ത് വെച്ച്, അതായത് ശാരീരികമായി നോവനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ നോവുള്ളവർ, ശരീരത്തിൽ വേദനയുള്ളവർ, അല്ലെങ്കിൽ മാനസികമായ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ടെൻഷന് കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അവർക്കൊക്കെയും ഈ ഒരു ഇസ്മ മഹാനായ മുനാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഈ ഒരു അദദിൽ, അതായത് 121 തവണ ഈ യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ് എന്നിങ്ങനെ ചൊല്ലി വേദനയുള്ള സ്ഥലത്ത് ഒന്ന് ഊതിക്കൊടുത്താൽ അദ്ദേഹത്തിന്റെ ആ ഒരു വേദന മാറിക്കിട്ടും. അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി നാം മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ യാ സലാമു യാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി 121 തവണ ചൊല്ലി അദ്ദേഹത്തിന്റെ വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് ഈ ഒരു ഇസ്മിനെ ചൊല്ലി മന്ത്രിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വേദന മാറിക്കിട്ടും, അദ്ദേഹത്തിന്റെ ടെൻഷന് നീങ്ങിക്കിട്ടും. അല്ലാഹു തആല പരിഹാരം കാണിച്ചു കൊടുക്കും. അല്ലാഹുവിന്റെ മഹത്വമേറിയ നാമമാണ് സലാമ്, രക്ഷ എന്ന അർത്ഥം കുറിക്കുന്ന ഈ ഒരു ഇസ്മ. അത് മാത്രമല്ല, മറ്റു രോഗങ്ങൾക്കും പരിഹാരമാണ് സലാം എന്ന ഇസ്മ. സലാം എന്ന ഇസ്മിന് 121 തവണ മറ്റു രോഗങ്ങൾ അനുഭവിക്കുന്നവർ ചൊല്ലി വന്നാൽ അവരുടെ രോഗവും മാറിക്കിട്ടും, നീങ്ങിക്കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു അത്ഭുത നാമമാണ് സലാം എന്ന ഇസ്മ. അല്ലാഹു തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളം ചൊല്ലാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.